മതപരിവർത്തനത്തിന് വേണ്ടി ആ പെൺകുട്ടി അതിക്രൂരമായി ഇഞ്ചിഞ്ചായാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. എന്തായാലും മറ്റ് മാധ്യമങ്ങളൊന്നും വേണ്ടത്ര പ്രാധാന്യം അതായത് ആ പ്രതികരണം വന്നപ്പോൾ കൊടുത്തു, അത് കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ് ബ്രേക്കിംഗ് ഒക്കെ അപ്രത്യക്ഷമായതല്ലേ? അതുകൂടി നമ്മൾ പറയണമല്ലോ. എന്തായാലും ഇത് നമുക്ക് വിടാൻ സാധിക്കില്ല. അതെ, പ്രത്യേകിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ അടക്കം ഈ പ്രതിക്ക് വേണ്ടി ചരടുവലികൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ ഒരു മന്ത്രിമാരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. ആകെ ചെന്നിത്തലയുടെ മണ്ഡലമാണ് ഈ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്നത്. അപ്പോൾ ചെന്നിത്തല നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടി താൻ ഇതിൽ ഇടപെട്ടില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പ്രതികരണം ചെന്നിത്തല നടത്തുന്നു. എന്തായാലും ആ കുടുംബം ആരോപിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. നമ്മൾ ഇന്നലെ ശശികല ടീച്ചറൊക്കെ അവിടെ എത്തിയിരുന്നു. നിർണായക പ്രതികരണം നടത്തി കുടുംബത്തിന് എല്ലാ സഹായവും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ നൽകുമ്പോഴും മറ്റ് പാർട്ടിയിലെ പ്രമുഖരൊക്കെ മൗനത്തിലാണ്. ഇവിടെ മറ്റാരെങ്കിലും കൊല്ലപ്പെട്ടാൽ വാ തുറക്കുന്ന CPM സഖാക്കളൊക്കെ എവിടെ പോയി? പിന്നെ സാംസ്കാരിക നായകരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് പോലും സംശയമാണ് അല്ലേ ശ്രുതി? തീർച്ചയായും സെലക്റ്റീവ് പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ അവർ പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിയെ സംരക്ഷിക്കാനും ഒപ്പം തെളിവുകൾ നശിപ്പിക്കാനും വലിയ ശ്രമം നടക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യണം. കാരണം ഇനി ഒരു സാവരിയ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഉസ്ബെക്കിസ്ഥാനിൽ നടപ്പിലാക്കിയ ഒരു വെൽ പ്ലാൻഡ് മർഡറാണ്. എന്തായാലും ലവ് ജിഹാദ് കൊലപാതകം നടത്തിയ പ്രതിയെ തൂക്കിലേറ്റണമെന്നാണ് മഹിളാ ഐക്യവേദി പറയുന്നത്. ആലപ്പുഴ സ്വദേശിനി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്തിനെ മതപരിവർത്തന ശ്രമം നടത്തി കൊല ചെയ്ത പ്രതി സദറുൽ അനമിന് വധശിക്ഷ ഉറപ്പാക്കണം. ഭീകരവാദികളുടെ കേന്ദ്രമായി കേരളം മാറുന്നുവെന്നും മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ പ്രതികരിച്ചു. ആദ്യം നമുക്ക് ബിന്ദു മോഹന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ശേഷം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി മിഥുൻ മുരളി തയ്യാറാണ്. സാവരിയയുടെ കൊലപാതകം അതിക്രൂരമാണ്, നിഷ്ഠൂരമാണ്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു ദിവസം കൊണ്ട് മാത്രം ചെയ്തു കൂട്ടിയ ഒരു ക്രൂരകൃത്യമാണ് ഇതെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പ്രതിയെ യാതൊരു കാരണവശാലും അവനെ പുറത്തുവിടാൻ പറ്റില്ല. അവനെ തൂക്കിക്കൊല്ലണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുനെ, നമുക്കറിയാം സാവരിയ ബസന്ത് ആ പെൺകുട്ടിയുടെ മരണം എന്ന് പറയുന്നത് കേവലം ഒരു ലാപ്ടോപ്പ് കൊണ്ട് അടിയേറ്റ മരണമല്ല. കാരണം അത് ഏറെ നാളുകളായി ഈ പ്രതി മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു, അത് ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച്. അങ്ങനെ ഈ പെൺകുട്ടി അതിനെ സമ്മതിക്കാത്തതിനെ തുടർന്ന് പെൺകുട്ടിയെ വീട്ടുതടങ്കലിലാക്കുന്നു. പിന്നീട് അതിക്രൂരമായി ഇഞ്ചിഞ്ചായാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നത്. ഇന്നലെ കുടുംബം പറയുന്നത് നോക്കുകയാണെങ്കിൽ രാഗി, അതായത് പെൺകുട്ടിയുടെ പുറംഭാഗത്തും മുൻഭാഗത്തും ഒക്കെ കരിനീളിച്ച പാടുകൾ, അതായത് ശരീരത്തിൽ ഒരു ഇടമില്ല മർദ്ദനമേൽക്കാത്തതായി. അത്രയേറെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി ഒടുവിൽ മരണത്തെ പുൽകുകയായിരുന്നു. അതെ, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ വീട്ടുകാരുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യുന്നപ്പോൾ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു മൃഗീയ കൊലപാതകമാണ് സാവരിയുടെ. എന്തായാലും സാവരിയെ നമുക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ ഇനി ഒരു സാവരിയെ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, വേണ്ട നടപടികൾ സ്വീകരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതൃകാപരമായ ഒരു ശിക്ഷ അത് ഈ പ്രതിക്ക് നൽകണമെന്നാണ് ഇപ്പോൾ ബിന്ദു മോഹൻ പറയുന്നത്. എന്താണ് ബിന്ദു മോഹൻ പറയുന്ന മറ്റു കാര്യങ്ങളൊപ്പം എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? ഒപ്പം ഇതിനെ ചില ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാനും പ്രതിയെ സംരക്ഷിക്കാനും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു ശ്രമം ഉന്നതരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെയാണ് ആ ആരോപണങ്ങൾ കൂടി ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത്? മിഥുൻ. അശ്വതി, രാഗി, കേരളത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ലവ് ജിഹാദ് സംഭവങ്ങളിൽ ആശങ്ക അറിയിക്കുകയാണ് മഹിളാ ഐക്യവേദി. ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ പോഷക സംഘടന ഇക്കാര്യത്തിൽ സാവരിയുടെ കുടുംബത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. നിരന്തരമായിട്ടുള്ള അക്രമത്തിനൊടുവിലാണ് സാവരിയ കൊല ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് കഠിനമായ ശിക്ഷ നൽകണം. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടത്തിന്റെ നിയമവ്യവസ്ഥകളുടെ ഏറ്റവും അധീനമായിട്ടുള്ള ശിക്ഷ പ്രതിക്ക് ഉറപ്പാക്കണം എന്നുള്ളതാണ് മഹിളാ ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഇത് പെട്ടെന്ന് പ്രകോപനം കൊണ്ടുണ്ടായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് മറ്റ് വർത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. നിരന്തരമായ പീഡനം ഈ സാവരിക്ക് നേരിട്ടിട്ടുണ്ട്. മതപരിവർത്തന ശ്രമം, മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഭീഷണി, ഇതിൻ്റെയൊക്കെ ഭാഗമായി നിരന്തരമായിട്ടുള്ള ആക്രമണം സാവരിക്ക് ഉണ്ടായി എന്നതിൻ്റെ തെളിവാണ് സാവരിയുടെ ശരീരമാസകലം ഉണ്ടായിരിക്കുന്ന മുറിവുകൾ. ശരീരമാസകലം ചതച്ച് ആക്രമിച്ച രീതിയിലാണ് ഈ മൃതദേഹം ഉണ്ടായിരുന്നത് എന്ന് ബന്ധുക്കൾ തന്നെ പറയുമ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മഹിളാ ഐക്യവേദി മുന്നോട്ട് വെക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായി അന്വേഷണം വേണം. ഈ സംഭവത്തിന് പിന്നിൽ, ലവ് ജിഹാദ് സംഭവത്തിന് പിന്നിൽ ആസൂത്രിതമായ നീക്കം നടത്തിയ സംഘടന ഏതെന്ന് കണ്ടെത്തണം. അതിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം.
ഇങ്ങനെ അന്വേഷണം നടത്തി സംഘടനയെ കണ്ടെത്തി കുറ്റക്കാരായവർക്ക് എതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ, അത് നിയമത്തിൻ്റെ ഏറ്റവും അധീനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ, വധശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ നൽകിയാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ കഴിയൂ എന്നുള്ള ആവശ്യമാണ് മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഈ ഭീകരരുടെ തീവ്രവാദ സംഘടനകളുടെ ഒരു കേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ള ഒരു ആശങ്ക കൂടി ബിന്ദു മോഹൻ മുന്നോട്ട് വെക്കുകയാണ്. നിരന്തരമായ സംഭവങ്ങൾ, ലവ് ജിഹാദ് അടക്കമുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക മഹിളാ ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്നത്. കുട്ടികളെ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പെൺകുട്ടികളെ പുറത്തേക്ക് വിടാൻ മാതാപിതാക്കൾ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇത്തരം ആശങ്കകൾക്കൊക്കെ വിരാമം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ അടിച്ചമർത്തുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നതിനും പ്രതികൾക്ക് തക്കതായ ശിക്ഷകൾ ഉറപ്പാക്കാനും നിയമവ്യവസ്ഥിതികൾ സംസ്ഥാന സർക്കാരുകൾ അതിന് തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് ബിന്ദു മോഹൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടായിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ, ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ, ഇതിലൊന്നും പ്രതികരിക്കാതെ സംസ്ഥാന സർക്കാരുകൾ ഇവരെയൊക്കെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ബിന്ദു മോഹൻ മഹിളാ ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ. എന്തായാലും അവർ പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ ആക്രമണം, ശരീരമാസകലം, സാവരിയ മുരളി, അത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിയെ തൂക്കിലേറ്റണമെന്നാണ് ഇപ്പോൾ മഹിളാ മോർച്ച, മഹിളാ ഐക്യവേദി ആവശ്യപ്പെടുന്നത്. എന്തായാലും അതായത് മാതൃകാപരമായ ശിക്ഷ ഈ വിഷയത്തിൽ ഉറപ്പാക്കണം. എന്നാൽ മാത്രമേ ഇനി ഒരു സാവരി ഉണ്ടാകാതിരിക്കാൻ ആ ഒരു സാഹചര്യം ഒരുങ്ങുകയുള്ളൂ. കേരളം ഈ ഭീകര താവളമായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭീകര തീറ്റിപ്പുറ്റുന്ന രീതിയിലേക്ക് സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ കൃത്യമാണ് എന്നുള്ളതാണ് ബിന്ദു മോഹൻ പറഞ്ഞു വെച്ചത്. എന്തായാലും കൃത്യമായ ഒരു നടപടി ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് സംശയം.